ദൈവത്തെ ഓർത്തു വാഴ്ത്താൻ. യേശുവിൻ്റെ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ശാസനയും വേദനയും അനുഭവിച്ചിട്ടുള്ളവരെ, തന്നോട് അടുത്ത് നിൽക്കുന്നവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് സ്നേഹത്തിൻ്റെ ശാസന എന്ന രീതിയിൽ മാത്രമാണ്. യൂദത്തിൻ്റെ പുസ്തകം 8:27, തന്നോട് അടുത്ത് നിൽക്കുന്നവരെ ദൈവം പ്രഹരിക്കുന്നത് ശിക്ഷയായിട്ടല്ല, സ്നേഹം നിറഞ്ഞ ശാസനയായിട്ടാണ്. ദൈവത്തിന് മുമ്പിൽ നിന്ന് ശാസന ഏറ്റുവാങ്ങുക. ചിലപ്പോൾ ചില പ്രഹരങ്ങൾ ലഭിക്കും, പക്ഷെ നീ മനസ്സിൽ കുറിക്കണം, തന്നോട് എന്നെ അടുപ്പിച്ച് നിർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹശാസനയാണിത്. ഈ ഒരു രോഗം, ഈ കടന്നു പോകുന്ന 2 വർഷത്തെ വേദനകൾ, പെട്ടെന്ന് വന്ന സാമ്പത്തിക മാന്ദ്യം, തകർച്ച, ദൈവത്തെ ഒരു വിഗ്രഹം പോലെ കാണാനായി മനസ്സിനെ നിർബന്ധിക്കുന്ന അത്രയധികം നിരാശജനകമായ അനുഭവങ്ങൾ, ഇതെല്ലാം ഒരു പ്രഹരമായിട്ടല്ല, ദൈവത്തോട് അടുത്ത് നിർത്താൻ ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ ശാസനയായി സ്വീകരിക്കാൻ കഴിയുമോ? എളുപ്പമല്ല. പ്രഹരങ്ങളേതും സ്നേഹത്തിൻ്റെ ശാസനയായി കാണണേ. പ്രഹരങ്ങളേതും സ്നേഹത്തിൻ്റെ ശാസനയായി കാണണം. തന്നോടടുപ്പിച്ചു നിർത്തുവാൻ അപ്പൻ നൽകുന്ന സ്നേഹമായി കരുതണം. തന്നോടടുപ്പിച്ച് നിർത്താൻ ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ ചെറിയ നുള്ളായിട്ട് സഹനങ്ങളെ കാണുമോ സഹോദര? ആമേൻ.